ആഗസ്റ്റ് മാസത്തിൽ വായിച്ച പുസ്തകങ്ങൾ പരിചയപ്പെടുത്താം. ആദ്യത്തേത് എം മുകുന്ദന്റെ തിരഞ്ഞെടുത്ത ലഘു നോവലുകൾ. ഇതില് സഞ്ചാരി പറഞ്ഞ കഥ എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്. അതിലൊരു ഭാർഗവനുണ്ട്. വളരെ ഭീകരനും ക്രൂരനായിട്ടുള്ള ഒരു ഭാർഗവൻ. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പേടി സ്വപ്നമായിട്ടുള്ള ഭാർഗവൻ. ഈ നോവലില് ഒരു സീനിൽ പോലും ഈ ഭാർഗവൻ നേരിട്ട് വരുന്നില്ല. എന്നിട്ട് പോലും ഈ ഭാർഗവന്റെ ഭീകര മുഖം നമ്മളെ മനസ്സിൽ പതിപ്പിക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആസ്വദിച്ച് വായിച്ച പുസ്തകമാണ്. മൈ റേറ്റിംഗ് ഈസ് 8/10. ശരിക്കും എം മുകുന്ദന്റെ ലഘു നോവലുകൾ വായിച്ചു കഴിഞ്ഞിട്ട് മുകുന്ദനെ വായിച്ച് മതിയാവാണ്ടിരിക്കുന്ന സമയത്താണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്റെ കയ്യിൽ വന്നു പെടുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് മൂന്നാമത്തെ ദിവസം. ചില നോവലുകൾ അങ്ങനെ ആയിരിക്കും, അത് വായിച്ചു കഴിഞ്ഞാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്നിട്ട് തകിടം മറിയും. പുഴ പോലെ ഒഴുകി നീങ്ങുന്ന ക്ലാസിക് നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. കുറുമ്പിയമ്മയും ലെസ്ലി സാഹിബും മിസ്സിയും എല്ലാം മനസ്സിൽ പതിഞ്ഞ ശക്തമായ കഥാപാത്രങ്ങൾ. ശരിക്കും ഈ പുസ്തകത്തോടു കൂടി മുകുന്ദന്റെ സൃഷ്ടികളെ തെരഞ്ഞു പിടിച്ച് വായിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. മൈ റേറ്റിംഗ് ഈസ് 9/10. മൂന്നാമത്തത് ടി.കെ. ഇബ്രാഹിമിന്റെ ദയാനിധിയായ ദൈവദൂതൻ. പ്രോഫറ്റ് മുഹമ്മദിന്റെ അടുത്ത് ഒരു അനുചരം വന്നിട്ട് പറയാണ്, റസൂലെ, എനിക്ക് ദൈവത്തിന്റെ പ്രീതി വേണം. ഞാൻ എന്ത് ത്യജിക്കാൻ റെഡിയാണ്. ഞാൻ ഹിജറ പോവാൻ, യാത്ര പോവാൻ റെഡിയാണ്. ഞാൻ ദൈവത്തിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ റെഡിയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂലെ? റസൂൽ ആളോട് ചോദിച്ചു, നിന്റെ മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിക്കണ്ട? അപ്പൊ ആള് പറഞ്ഞു, അതെ റസൂലെ, രണ്ടാളും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാ ഇപ്പൊ വീട്ടിൽ കൂട്ടോ. ദൈവപ്രീതിയാണ് നീ കാംക്ഷിക്കുന്നതെങ്കിൽ നീ നിന്റെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക. റസൂലിന്റെ മതപരമായ പ്രാധാന്യം പലയിടങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരുപാട് പാഠങ്ങൾ പ്രൊഫറ്റ് മുഹമ്മദിനെ വായിച്ചാൽ നമുക്ക് ലഭിക്കാനുണ്ട്. ഈ പുസ്തകം തന്നെ വായിക്കണമെന്ന് ഞാൻ പറയില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രൊഫറ്റ് മുഹമ്മദിനെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. ആൻഡ് മൈ റേറ്റിംഗ് ഈസ് 7/10. അപ്പോൾ വീണ്ടും കാണാം അടുത്ത മാസം. ബൈ.